everyone, welcome to our channel Magnetrix. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് CBSE 9ാം ക്ലാസ്സിലെ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ടാണ്. 1, 2, 3 പാർട്ടുകൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടിട്ട് മാത്രം 4ാമത്തെ പാർട്ട് കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. നമുക്കറിയാം ഫിസിക്സിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. അപ്പോൾ ഗ്രാഫിക്കലി ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്, എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഒരു ബോഡി യൂണിഫോം ആക്സിലറേഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുവാണെന്ന് വിചാരിക്കും. യൂണിഫോം ആക്സിലറേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിലെങ്കിൽ ആ ബോഡി യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി, യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്റ്റൻസ് കവേർഡും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3 ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഈ വി, എ ആൻഡ് എസ് എന്ന് പറയുന്ന വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്റ്റൻസ്, ഈ 3 ക്വാണ്ടിറ്റീസിനെയും റിലേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് v is equal to u plus at എന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ s is equal to ut plus half at square. തേർഡ് ഇക്വേഷൻ v square minus u square is equal to 2as. ഇതാണ് നമുക്ക് പഠിക്കുന്ന 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിന്റെ ഡെറിവേഷൻസും ഓരോ ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ പറയാം. അതുപോലെ u എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ഇനിഷ്യലി ആ ബോഡി എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് u എന്ന് പറയുന്നത്. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ a. സ്മോൾ ലെറ്റർ a എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ബോഡി. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി. നമുക്കറിയാം ആക്സിലറേഷൻ ആണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കില്ല, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ v എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഫൈനലി ആ ബോഡി അറ്റൈൻ ചെയ്തിരിക്കുന്ന വെലോസിറ്റിയാണ് v എന്ന് പറയുന്നത്. ഇനി s എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡി. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡി എത്രമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന ആൽഫബറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ജേർണിക്ക് ആവശ്യമായിട്ടുള്ള ടൈം അല്ലെങ്കിൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഫോർ ദ ട്രാവൽ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടി. അപ്പോൾ ഇത്രയുമാണ് യു, എ, ബി, എസ് ആൻഡ് ടി. ഇത്രയുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിനോട്ട് ചെയ്തിരിക്കുന്ന ആൽഫബറ്റ്സ്. യു എന്ന ഇനിഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ, വി ഫൈനൽ വെലോസിറ്റി, എസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ടൈം ടി. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to u plus at എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. കാര്യം വെച്ചാൽ വെലോസിറ്റിയും ടൈമും ആണ് ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ s is equal to ut plus half at square എന്ന് വെച്ചാൽ s എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അഥവാ പൊസിഷൻ അല്ലേ, ആ ബോഡിയുടെ പൊസിഷൻ ആണല്ലോ ഡിസ്റ്റൻസ് ട്രാവൽഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊസിഷനും ടൈമുമായി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ പൊസിഷനും വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് നോക്കാം. വെലോസിറ്റി ടൈം റിലേഷൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. v is equal to u plus at. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം റിലേഷൻ. നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഡിറൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യും. യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ട് മോഷനിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്ത ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിലെ ആ ബോഡി ഇനിഷ്യലി റെസ്റ്റിലല്ല, ഇനിഷ്യലി ആ ബോഡി ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ആ പോയിന്റ് എ എടുത്തു. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒ എ ആണ്. അതിന് ഞാൻ യു എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി യൂഷ്വലി റെപ്രസെന്റ് ചെയ്ത ആൽഫബറ്റ് യു ആണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നതാണ് ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിൽ ഈ ബോഡി പോവുകയാണ്, അതായത് ഈക്വൽ ചേഞ്ച് വെലോസിറ്റി ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്തു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി, ബി എന്ന് പറയുന്ന പോയിന്റ് എത്തി. അപ്പോൾ ഫൈനലി ഈ ബോഡി അറ്റൈൻ ചെയ്ത വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കറസ്പോണ്ടിങ് ടൈം പീരീഡ് ഞാൻ സി നോട്ട് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ബി സി എന്ന് പറയുന്നതാണ് ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി ഒ എയും ഫൈനൽ വെലോസിറ്റി ബി സി. അപ്പോൾ ഞാൻ ഏതാണ്, ഒ എ എന്ന് പറയുന്നത് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അടുത്ത് ബി സി എന്ന് പറയുന്നതല്ലേ ആ ബോഡിയുടെ ഫൈനലി ആ ബോഡി അറ്റൈൻ ചെയ്ത വെലോസിറ്റി. അപ്പോൾ ബി സി എന്ന് പറയുന്നതാണ് അതിന്റെ ഫൈനൽ വെലോസിറ്റി. വി എന്നാണ് ഫൈനൽ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം എത്രയാണ്, ഇത്രയും ടൈം. ഒ സി എന്ന് പറയുന്ന ടൈം എടുത്തിട്ടല്ലേ ആ ബോഡി എ മുതൽ ബി വരെ എത്തിയത്. അപ്പോൾ നമുക്ക് ടൈം കിട്ടും. ഒ സി എന്ന്
എന്ന് പറയുന്നത് ടൈം പീരീഡ് ടി ആണെന്ന് എടുത്തു നമ്മൾ. ഓക്കെ, ഇനി ഞാനിവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. അത് ബി സിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഡി എന്ന് എടുത്തു. ഡി എന്ന് പറയും. ഇനി ഞാൻ എടുക്കുവാണ്. ബി സി എന്ന് പറയുന്നത് ബി ഡി ഇസ് ഈക്വൽ ടു ബി സി മൈനസ് സി ഡി. ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമോ? ബി ഡി എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈൻ നോക്കുവാണെങ്കിൽ ബി ഡി എന്ന് പറയുന്നത് ഹോൾ ബി സിയിൽ നിന്നും സി ഡി മൈനസ് ചെയ്യുന്നതാണല്ലോ ബി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതുകയാണ് ബി ഡി ഇസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞ എന്താണ്? ഫൈനൽ വെലോസിറ്റി ബി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ബി മൈനസ് സി ഡി. ഞാൻ സി ഡി അതുപോലെ എഴുതുന്നു. ഇനി ഞാൻ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ സി ഡി ഇസ് ഈക്വൽ ടു ഒ എന്ന് എനിക്ക് എഴുതാൻ പറ്റൂലേ? സി ഡി ഇസ് ഈക്വൽ ടു ഒ എ. സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെയും ഇവിടെയും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒ എ ആണ്. ഒ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ എഴുതി യു. അപ്പൊ ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ഇത്രയും നമുക്ക് കിട്ടി. ബി ഡി എന്ന് പറയുന്നത് വി മൈനസ് യു ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇപ്പൊ ബി ഡി എന്ന് വെച്ചാൽ വി മൈനസ് യു. വി മൈനസ് യു എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ബി ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ എന്തായിരിക്കും? ഒരു വെലോസിറ്റി ഞാൻ ഇവിടെ ബി ഡി ഇസ് ഈക്വൽ വി മൈനസ് യു ടോപ്പിൽ എഴുതാൻ പോവാണ്. അതവിടെ കിടക്കട്ടെ. ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും അല്ലെങ്കിൽ ഒരു വി ടി ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമ്മുടെ ബേസിക്സ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ എന്ന് പറയുന്നത് എ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ചേഞ്ച് ഇൻ വെലോസിറ്റി ബി ഡി ആണെന്ന് പറഞ്ഞു. ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഒ സി ഈക്വൽ ടു ബി ഡി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്. ഒ സി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ആണ്, ടി ആണ്. ഒ സി ബൈ വി മൈനസ് യു ബൈ ടി. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി മൈനസ് യു വിൽ ബി ഈക്വൽ ടു എ ടി ഓർ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് സാധാരണ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, ഗ്രാഫിക്കലി അല്ലാതെ. ചേഞ്ച് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ചേഞ്ച് വെലോസിറ്റി ബൈ ടൈം ആണ്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ചെയ്യാം. പക്ഷേ ഗ്രാഫിക്കലി നമ്മൾ ഇങ്ങനെയാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി പ്രൂവ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷനും ടൈമും റിലേറ്റഡ് ആയിട്ടുള്ള മോഷനാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഞാൻ വരച്ചല്ലോ, ഈ ഗ്രാഫ് വരച്ചല്ലോ. അപ്പോൾ ഈ ബോഡി യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്ത് അത് എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആ ബോഡി ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ആ ബോഡി ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ എങ്ങനെ ഡിസ്റ്റൻസ് കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസ് ട്രാവൽ. ഒരു വി ടി ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് the distance traveled by the body. അപ്പോൾ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി. അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസിനെ എസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. നോക്കുവാണെങ്കിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഗ്രാഫ്, നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ, അതായത് ടോട്ടൽ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി കിട്ടും. അപ്പോൾ ഈ ഗ്രാഫിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഇതൊരു ട്രപ്പീസിയം ആണല്ലോ. ട്രപ്പീസിയം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും അടുത്ത പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് നോൺ പാരലലും ആയിരിക്കും. അപ്പോൾ ഇത് ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ച ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. സെയിം തന്നെയാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ.
ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആ ടൈപ്പ് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി plus area of rectangle ADCO. ADCO. Okay, triangle area plus triangle ABD and area of the rectangle ADCO. Okay, area of the triangle. Triangle area എന്ന് പറഞ്ഞാൽ half into base into height ആണ്. ബേസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് വെച്ചാൽ എ ഡി ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ ബി ഡി ആണ്, പ്ലസ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അതായത് ഒ എ ഇൻറ്റു ഒ സി. നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു എ ഡി എന്ന് വെച്ചാൽ എന്താണ്? എ ഡി ഇസ് ഈക്വൽ ടു ഒ സി അല്ലേ? എ ഡി സെയിം ടൈം ഇന്റർവൽ അല്ലേ? ഒ സി സെയിം ആയിട്ടുള്ളല്ലേ? അപ്പം എ ഡി എന്ന് പറയുന്നത് ടി ആണ്, ഇൻറ്റു ബി ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ബി ഡി എന്ന് പറഞ്ഞാൽ ബി മൈനസ് യു ആണെന്ന് കണ്ടുപിടിച്ചു. ബി മൈനസ് യു ആണെന്ന് കണ്ടുപിടിച്ചു. പ്ലസ് ഒ എന്താണ്? ഒ എ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നല്ലോ, യു ഇൻറ്റു ഒ സി എന്ന് വെച്ചാൽ എന്താണ്? ടി. ഇവിടെ നമ്മൾ പറഞ്ഞു ബി മൈനസ് യു, ബി ഡി എന്ന് വെച്ചാൽ ബി മൈനസ് യു ആണ്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ? അതിൽ നിന്നും ബി മൈനസ് യു എന്ന് വെച്ചാൽ എന്താണ്? ബി മൈനസ് യു എന്ന് പറയുന്നത് 80 എന്ന് എനിക്ക് എഴുതി കൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും. അപ്പോൾ ആ 80 വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 80 പ്ലസ് യു ടി. ഒന്നുമില്ല, ബി മൈനസ് യുന് പകരം 80 എന്ന് കൊടുത്തു. അതായത് വിച്ച് വിൽ ബി ഈക്വൽ ടു എസ് ആണല്ലോ നമ്മൾ എൽ എച്ച് എസ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് a into 2t ഉണ്ട്, t into t, t square plus ut. അല്ലെങ്കിൽ s is equal to ut plus half a t square. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനും ഡിറൈവ് ചെയ്തു, ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്തു. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണ്. അപ്പോൾ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് ആണ്. പക്ഷെ നേരത്തെ നമ്മൾ ഒരു റെക്ടാങ്കിളും ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിച്ചല്ലോ, അതുപോലെ പകരം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ ഹോൾ റെക്ടാങ്കിളും ട്രയാങ്കിളും കൂടെ ചേർന്ന് ട്രപ്പീസിയം ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം ഇവിടെയും നമുക്ക് എന്താണ് ആവശ്യം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ആവശ്യം. എസ് എന്ന് പറയുന്നതാണ് പൊസിഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് ട്രാവൽഡും വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ ആണ് നമുക്ക് ആവശ്യം. അപ്പം ഏരിയ അണ്ടർ ദ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ട്രപ്പീസിയമാണ്. ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അതിലെ ഒരു സെറ്റ് ഓഫ് സൈഡ്സ് പാരലൽ ആയിരിക്കും, എന്നാൽ അടുത്ത പെയർ ഓഫ് സൈഡ്സ് ഒരു ഫോർ സൈഡഡ് ഫിഗർ ആണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. അതിൽ ഒരു പെയർ പാരലൽ സൈഡ്സ് ആണ്, അടുത്ത പെയർ നോൺ പാരലൽ സൈഡ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എന്താണ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എ ബി സി ഒ, എ ബി സി ഒ എന്ന് പറയുന്ന ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും. കാരണം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട്. അപ്പം ഏരിയ ഓഫ് ദ ട്രപ്പീസിയം എന്ന് പറയുന്നത് മെയിൻ ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ട്രപ്പീസിയം. ഇതാണ് ബേസിക് ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് സം ഓഫ് ദ പാരലൽ സൈഡ്സ് ബൈ 2. ഇവിടെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്? ഒ എയും ബി സിയുമാണ് പാരലൽ എന്ന് പറയുന്നത്. ആന്റി പാരലൽ സൈഡ്സ് എ ബി ഒ സിയുമാണ്. അപ്പൊ സം ഓഫ് ദ പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഒ എ
പ്ലസ് ബി സി ബൈ 2 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഹൈറ്റ് വേണം എടുക്കാം. ഇതാണ് ഒന്നുകിൽ എ ഡി ഹൈറ്റ് എടുക്കാം അല്ലെങ്കിൽ ഒ സി ഹൈറ്റ് എടുക്കാം. എന്തായാലും ഹൈറ്റ് സെയിം ആയിരിക്കും ട്രപ്പീസിയത്തിന്. ഇപ്പൊ ഞാനിവിടെ ഒ സി എടുക്കുവാണ്. ഈക്വൽ ടു ഒ എ പ്ലസ് ബി സി. ഒ എ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു ആണ്, പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി ആണ്, ബൈ 2 ഇൻറ്റു ഒ സി എന്ന് വെച്ചാൽ എന്താണ്? ടൈം ടി. യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടൈം ടി. ഇനി ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷന് നമുക്ക് എന്തറിയാം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് സി ടി ആണ്. ഇതിൽ നിന്നും ടി എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു ബൈ എ ആണ്. ഈ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നും അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ റീ അറേഞ്ച്മെന്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ബാക്കി ഇക്വേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് തന്നെ ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ 3 ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ടീന്റെ വാല്യൂ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്ത് വരും? യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി എന്ന് വെച്ചാൽ വി മൈനസ് യു ബൈ എ ആണ്. വി മൈനസ് യു ബൈ എ. S is equal to u plus c by 2 into v minus u by 2. Sorry, v minus u by a. So S is equal to u plus v by 2 into v minus u by a എന്നിട്ട് ഇനി ഞാൻ u plus v എന്ന് പറയുന്നത് v plus u സെയിം ആണല്ലോ. അപ്പോൾ v plus u by 2 into v minus u by a എന്ന് എഴുതും. ഇപ്പോൾ നോക്കാം, നമുക്കറിയാം v plus u into v minus u എന്ന ഫോമിലാണ് കിടക്കുന്നത്. a plus b into a minus b എന്ന് പറയുന്നത് എന്താണ്? a square minus b square. അതായത് v square minus u square by 2a.